ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഡയമണ്ട് സ്പോർട്സ് ക്ലബിൻ്റെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും അതുപോലെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ആദ്യമേ തന്നെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഫോർ ദ ഇയർ എൻഡിങ് 31 മാർച്ച് 2024. ദാറ്റ് മീൻസ് 31/3/24 അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2023 to 24 കറണ്ട് ഇയർ എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെയാണ് തന്നിരിക്കുന്ന ഐറ്റംസിൽ ഇൻകംസ് ഏതൊക്കെയാണ്, എക്സ്പെൻസസ് ഏതൊക്കെയാണെന്നുള്ളത് ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ തന്നെ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യനിൽ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഓരോ ഐറ്റംസ് ആയിട്ട് നോക്കാം. ആദ്യമേ ബാലൻസ് ആണ്. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് ഒരിക്കലും നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ എടുക്കില്ല. സോ അത് ക്രോസ് ചെയ്യുന്ന പോലെ ഞാൻ ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ആണ്. സബ്സ്ക്രിപ്ഷൻ ഇൻകം ആണ്. പിന്നെ അടുത്തത് എൻട്രൻസ് ഫീ ഇൻകം ആണ്. സെയിൽ ഓഫ് ഓൾ ദി ന്യൂസ് പേപ്പർ ഇൻകം, സ്പോർട്സ് ഫീ ഇൻകം. ദെൻ ഇനി പേയ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സാലറി ആണ്, സാലറി എക്സ്പെൻസ് ആണ്. പിന്നെ അതുപോലെ അടുത്ത ഐറ്റം നോക്കുക, സ്പോർട്സ് മെറ്റീരിയൽസ്. ഇതൊരു സ്പോർട്സ് ക്ലബ്ബാണ്. അപ്പോൾ സ്പോർട്സിൻ്റെ മെറ്റീരിയൽസൊക്കെ ഒരു അസറ്റാണ്. സോ അതുകൊണ്ട് തന്നെ ഈ സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പേയ്മെൻറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അസറ്റ് പർച്ചേസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മളിത് കൺസിഡർ ചെയ്യുന്നത്. സോ ഇതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് നമ്മളിത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മളിത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത ഐറ്റം നോക്കുക, ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നതും അസറ്റ് തന്നെയാണ്. സോ ക്യാപിറ്റലാണ്, ക്യാപിറ്റൽ നേച്ചറിലുള്ള ഐറ്റമാണ്. അത് നമ്മൾ എവിടെ കാണിക്കേണ്ട, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് പോസ്റ്റേജ് ആണ്, എക്സ്പെൻസസ് ആണ്. ഇലക്ട്രിസിറ്റി ചാർജസ് എക്സ്പെൻസ്, അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട് എക്സ്പെൻസ്. ഇനി ലാസ്റ്റ് വൺ ബാലൻസ് ക്യാരി ഡൗൺ, അത് ക്ലോസിംഗ് ബാലൻസ് ആണ്. ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. നോക്കുക, ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഓരോന്നും നമ്മൾ വായിക്കുന്ന അപ്പോൾ തന്നെ ഈ പറഞ്ഞ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റിൽ ഏതിലൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നതെന്നുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സിമ്പിൾ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സബ്സ്ക്രിപ്ഷൻസിലാണല്ലോ ഔട്ട്സ്റ്റാൻഡിങ് വരുന്നത്. അപ്പോൾ റെസീപ്റ്റ്സിൽ വന്നിട്ട് സബ്സ്ക്രിപ്ഷൻസിൻ്റെ അവിടെ ചെറിയൊരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മളത് ചെയ്യുന്ന സമയത്ത് തെറ്റാതെ ചെയ്യാതെ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അതുപോലെ പേയ്മെൻറ്റ് സൈഡിലേക്ക് വരുമ്പോൾ സാലറിയിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് അല്ലേ. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് ഓൺ സാലറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാലറിയിൽ ഒരു സ്റ്റാർ ഇടുക. ദെൻ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ചാർജിലും ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. സോ ഇലക്ട്രിസിറ്റി ചാർജസിലും ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കുക. ദെൻ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിപ്രീഷിയേറ്റ് സ്പോർട്സ് മെറ്റീരിയൽസ്, ഡിപ്രീസിയേഷൻ ആണ്. അപ്പോൾ സ്പോർട്സ് മെറ്റീരിയൽസിന്മേൽ ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് സൈഡിൽ സ്പോർട്സ് മെറ്റീരിയൽസ് ഉണ്ട്. അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ അതിൻ്റെ എമൗണ്ട് കാണിക്കുന്നില്ല. എന്നിരുന്നാൽ കൂടിയും അതിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ എവിടെ കാണിക്കണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കണം. അപ്പോൾ സ്പോർട്സ് മെറ്റീരിയൽസിൻ്റെ അവിടെയും ജസ്റ്റ് ഒരു സ്റ്റാർ ഇടുക. പിന്നെ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ഓഫ് ഫർണിച്ചർ അറ്റ് 5%. ഫർണിച്ചറിന് ഒരു 5% ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. ഇനി ഈ ഫർണിച്ചറിൻ്റെ വാല്യൂ നമുക്ക് ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ തന്നിട്ടില്ല. നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നെ തന്നിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് ഫർണിച്ചർ ഓൺ 1/4/2023, അതായത് 1 April 2023 ആ ഒരു ഫർണിച്ചറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 12,000 ആണ്. ഓക്കെ, അപ്പോൾ ആ 12,000-ൻ്റെ ഡിപ്രീസിയേഷനാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫർണിച്ചറിൻ്റെ വാല്യൂ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഡിപ്രീസിയേഷൻ മാത്രം ചാർജ് ചെയ്താൽ മതി. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരയ്ക്കുക. ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചർ, ക്രെഡിറ്റ് സൈഡിൽ ഇൻകം. ഇനി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് വരിക. അതിലെ ഓരോ ഐറ്റംസ് റെഫർ ചെയ്യുക. അതേ ഓർഡറിൽ തന്നെ നമുക്ക് ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യാം. ആദ്യമേ സബ്സ്ക്രിപ്ഷൻസ് ആണ്. സബ്സ്ക്രിപ്ഷൻ ഇൻകം ആണല്ലോ. അപ്പോൾ ഇൻകത്തിൻ്റെ അണ്ടറിൽ സബ്സ്ക്രിപ്ഷൻസ് എഴുതാം. ഇനി സബ്സ്ക്രിപ്ഷനിൽ സ്റ്റാർ ഉണ്ട്, ദാറ്റ് മീൻസ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ സബ്സ്ക്രിപ്ഷനിലെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒന്ന് ശ്രദ്ധിക്കും. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഫോർ 2023-24 ₹1,000. 2023-24 എന്ന് പറയുന്നത് കറണ്ട് ഇയർ ആണ്. ഓക്കെ, അപ്പോൾ കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോഴത്തെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആണ്. സോ നമ്മളത് എന്ത് ചെയ്യണം, സബ്സ്ക്രിപ്ഷനോടൊപ്പം അത് ആഡ് ചെയ്യണം. അടുത്തതായി സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഫോർ 2022-23. അപ്പോൾ 22-23 എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ലെസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് കറണ്ട് ഇയറിലെ ഡീറ്റെയിൽസ് മാത്രം മതി. സോ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ലെസ് ചെയ്യുക, കറണ്ട് ഇയറിൽ വന്നിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആഡ് ചെയ്യുക.
അപ്പോൾ നമുക്ക് സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് 41,500 എന്ന് കിട്ടും. അടുത്തതായിട്ട് വരുന്ന ഐറ്റം എൻട്രൻസ് ഫീ ആണ്. ഇൻകം സൈഡിൽ എഴുതാം സെയിൽ ഓഫ് ഓൾ ന്യൂസ് പേപ്പർ, അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, ഡയറക്റ്റായിട്ട് അതേപോലെ തന്നെ ഇൻകം സൈഡിൽ എഴുതാം. സ്പോർട്സ് ഫീ ഡയറക്റ്റായിട്ട് ഇൻകമായിട്ട് എഴുതാം. ഇനി പേയ്മെൻറ്റ് സൈഡിലേക്ക് വന്നാൽ സാലറി ആണ് ആദ്യത്തെ എക്സ്പെൻസ്. അപ്പോൾ എക്സ്പെൻഡിച്ചറിൽ സാലറി എഴുതാം. ഇനി സാലറിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി 31 മാർച്ച് 2024. അപ്പോൾ ഇതേ ക്ലോസിംഗ് ഡേറ്റിൽ തന്നെയാണ് ഔട്ട്സ്റ്റാൻഡിങ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. സോ എന്ത് ചെയ്യുക, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് കൺസേൺഡ് ആയിട്ടുള്ള എക്സ്പെൻസിനോടൊപ്പം ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സാലറിയോടൊപ്പം ഔട്ട്സ്റ്റാൻഡിങ് സാലറി, കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 23,000 പ്ലസ് 4,500 വേണം ചെയ്യാൻ. ഇനി അടുത്തതായിട്ട് സ്പോർട്സ് മെറ്റീരിയൽസ് ആണ്. സ്പോർട്സ് മെറ്റീരിയൽസ് നമുക്ക് ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കണ്ട, പക്ഷേ എൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഡിപ്രീസിയേഷൻ എഴുതുക, എന്നിട്ട് സ്പോർട്സ് മെറ്റീരിയൽസിൻ്റെ ഡിപ്രീസിയേഷൻ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. 20% ആണ് ഡിപ്രീസിയേഷനായിട്ട് നമുക്ക് ചാർജ് ചെയ്യാനുള്ളത്. ഇനി ഇവിടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുള്ള ഡേറ്റ് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്, 30/9/2023. അപ്പോൾ സെപ്റ്റംബർ 30-നാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. 33/3/2024 റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ്. അതിൽ സ്പോർട്സ് മെറ്റീരിയൽസ് നമ്മൾ എപ്പോഴേ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ, സെപ്റ്റംബർ 30-നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഒക്ടോബർ തുടങ്ങി മാർച്ച് വരെയുള്ള കാലയളവിൽ ആ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് എത്ര എത്ര നമ്പർ ഓഫ് മന്ത്സ് ഉണ്ടെന്ന് നോക്കുക, അതിൻ്റെ മാത്രം ഡിപ്രീസിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാവും. സോ അങ്ങനെ നോക്കുമ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 months ആണ് ഈ സ്പോർട്സ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ 6 monthsലെ ഡിപ്രീസിയേഷൻ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്പോർട്സ് മെറ്റീരിയൽസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 14,000 ആണ്. 14,000 ഇൻറ്റു 20% കണ്ടുപിടിക്കുക. ഇനി അത് 6 months മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. സോ ഇൻറ്റു 6/12 ചെയ്യാം. ദെൻ അതിനുശേഷം അടുത്ത ഐറ്റം എന്ന് പറയുന്നത് പോസ്റ്റേജ് ആണ്, എക്സ്പെൻസസ് ആണ്. ഡയറക്റ്റായിട്ട് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതുക. അടുത്തത് ഇലക്ട്രിസിറ്റി ചാർജസ് ആണ്. ഇലക്ട്രിസിറ്റി ചാർജ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് സൈഡിൽ എഴുതുക. ഇനി അതിലൊരു ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ചാർജ് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആണ്. സോ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കൺസേൺഡ് ആയിട്ടുള്ള എക്സ്പെൻസിനോടൊപ്പം ആഡ് ചെയ്യുക. അപ്പോൾ ഈ 2,300-നോടൊപ്പം 700 കൂടി ആഡ് ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത് അപ്പ് കീപ്പ് ഓഫ് ഗ്രൗണ്ട് ആണ്. ഗ്രൗണ്ട് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ട് വരുന്ന എക്സ്പെൻസസ് ആണ്. അതും എക്സ്പെൻസസ് സൈഡിൽ എഴുതുക. ഇനി നമ്മൾ ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ. ഇപ്പോൾ ഫർണിച്ചറിൻ്റെ വാല്യൂ നോക്കുക 12,000 ആണ്. അപ്പോൾ 12,000-ൻ്റെ 5% ആണ് നമ്മൾ ഡിപ്രീസിയേഷനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൂടി നമ്മൾ എക്സ്പെൻഡിച്ചറിൻ്റെ സൈഡിൽ എഴുതുക. ദെൻ ബാലൻസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ടോട്ടൽ ചെയ്യുമ്പം ഇൻകം സൈഡിൽ നമുക്ക് 55,200 കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻകമാണ് എക്സസ് ആയിട്ട് വരുന്നത്. സോ എക്സ്പെൻഡിച്ചറിൽ വന്നിട്ട് സർപ്ലസ് എന്ന് എഴുതുക. ബാലൻസ് ഫിഗർ എത്രയാണോ അതാണ് നമ്മുടെ സർപ്ലസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ബാലൻസ് ചെയ്ത് നോക്കുമ്പം നമുക്ക് 17,000 ആണ് സർപ്ലസ് ആയിട്ട് വരുന്നത്.